ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ ഈ കാണുന്ന പോസ്റ്ററിലെ വിശേഷം തന്നെയാണ് കേട്ടോ. വയനാട് ജില്ലയിൽ മലബാർ മേഖല മിൽമ നടത്തിയ ഒരു ക്രോസ് ലേണിംഗ് പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ നടത്തിയ യാത്രയുടെ വിശേഷങ്ങളാണ് ഈ വീഡിയോ പറയുന്നത്. പനമരത്തും വരദൂരും ഓരോ ഫാമുകൾ സന്ദർശിച്ചിട്ട് നേരെ പോയത് ഊട്ടിയിൽ അന്ന് സ്റ്റേ ചെയ്ത് പിറ്റേ ദിവസം മേട്ടുപ്പാളയം വഴി കോയമ്പത്തൂർ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി പോയി അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് അവിടുത്തെ മാതൃകാ ഫാമൊക്കെ കണ്ട് കുറേ അറിവുകളൊക്കെ നേടി പിറ്റേ ദിവസം പാലക്കാട് വഴി കറങ്ങി വന്നൊരു വിശേഷമാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീട്ടിൽ ആദ്യം കാണുന്നത് റോയിച്ചേട്ടൻ്റെ ഫാമാണ് കാണാൻ പോകുന്നത്. റോയിച്ചേട്ടൻ നല്ലൊരു കർഷകരാണ്, അതിലുപരി അത്യാവശ്യം പൊതുപ്രവർത്തകർ. റോയിച്ചേട്ടൻ്റെ ഫാമിലെ വിശേഷങ്ങൾ റോയിച്ചേട്ടനോട് നമുക്ക് കേൾക്കാം. ഫാമിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ പ്രിയപ്പെട്ട റോയി പറയും. അപ്പോൾ എല്ലാവരും ഒരിക്കൽ കൂടി ഈ ഫാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇത് വയനാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് 40 വയസ്സിൽ താഴെയുള്ള 10, 50, 60, 70, 100 ലിറ്റർ പാല് അതിൽ കൂടുതലൊക്കെ 350, 400 ലിറ്റർ പാലൊക്കെ കർഷകർ കൂടി കൂട്ടത്തിലുണ്ട്. ഈ ഫാമായിട്ട് തുടങ്ങിയത് 2012-ലാണ്. അതിന് മുന്നേ 79 സ്റ്റാർട്ട് ചെയ്ത അപ്പസൻ സ്റ്റാർട്ട് ചെയ്തതാണ്. ഞങ്ങൾ 5 മക്കളായിരുന്നു. 5 മക്കൾ ഇപ്പോൾ പെരുമ്പാവൂരിൽ നിന്നാണ് ഇങ്ങോട്ട് കുടിയേറി പാർത്തത്. അപ്പോൾ അപ്പസൻ അന്ന് ഒരു പശുവിനെ അന്ന് കുപ്പിപ്പാലാണ് നടന്നുകൊണ്ടിരുന്നത്. അന്ന് ഒരു 6-7 ലിറ്റർ 7 കുപ്പിപ്പാൽ കിട്ടുന്ന ഒരു പശുവിനെയാണ് വാങ്ങിയിരുന്നത്. അന്ന് മുതൽ ഇന്ന് വരെ പാല് മുടങ്ങിയിട്ടില്ല ഇവിടെ. എൻ്റെ ചേട്ടൻ ഉണ്ടായ അന്ന് വാങ്ങിയതാണ് ഒരു പശുവിനെ. അപ്പസനുണ്ട്, അമ്മച്ചി മരിച്ചുപോയി, എൻ്റെ ജ്യേഷ്ഠൻ മരിച്ചുപോയി, പിന്നെ ഞാൻ മാത്രമേ ഇപ്പോൾ ഇവിടെയുള്ളൂ. ജ്യേഷ്ഠൻ പള്ളിയിലെ ഫാദറായിരുന്നു. പിന്നെ എൻ്റെ അനിയൻ ഒരാൾ കോഴിക്കോട് ഫാമിലിയായിട്ട് അവരവിടെ വർക്ക് ചെയ്യുന്നു, ഒരാൾ ഷാർജയിലാണ്, പെങ്ങള് മലപ്പുറം കടക്കര. അപ്പോൾ ഞാനാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി നടക്കുന്ന ആൾ. അപ്പോൾ ഇതിൽ തന്നെ ഫോക്കസ് ചെയ്തു. 2012 തുടങ്ങുമ്പോൾ അതിന് മുന്നേ ഞങ്ങൾക്ക് 7 പശു വരെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഒരു 10 പശുവിലേക്ക് സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം ഒരു 3 വർഷം കഴിഞ്ഞപ്പോൾ 10 എന്നുള്ളത് 15ലേക്ക് കയറി, 15 എന്നുള്ളത് 20 25. ഇപ്പോൾ 25 പശുവുണ്ട്. കിടാരികളുണ്ട്. കിടാരികൾ നമ്മൾ പോകുമ്പോൾ കാണാം. മേലൊരു ഫാമുണ്ട്, അവിടെയാണുള്ളത്. അവിടെ ഒരു 6 ഉള്ളൂ കേട്ടോ ഇപ്പോൾ. അപ്പോൾ ഇതൊക്കെ ഇവിടെ തന്നെ വളർത്തി വലുതാക്കി പശുവാക്കി എടുത്തതാണ് കൂടുതലും. ആദ്യമൊക്കെ കോയമ്പത്തൂരും പിന്നെ ഇവിടെ മറ്റേ കൃഷ്ണഗിരിയൊക്കെ പോയിട്ട് 1-2 പശുക്കളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാം ഒന്നും സക്സസ് ആയിട്ടില്ല, എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോയി. പക്ഷേ ഞങ്ങൾ നല്ല കുട്ടികളെ ഇവിടെ കിട്ടുമ്പോൾ നല്ല ഐറ്റംസ് നോക്കി വളർത്തി അതിനെ വളർത്തിയെടുത്ത് 30 ലിറ്റർ 35 ലിറ്റർ വരെ പാല് കറക്കുന്ന പശുവിനെ ഞാനിവിടെ വളർത്തിയെടുത്തിട്ട് ഉൽപ്പാദനം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ആണ് ഇപ്പോൾ ഈ കാണുന്ന നിലവാരത്തിലേക്ക് എത്തിയിരിക്കും. ഇപ്പോഴും ഒരു 18 പശുവിനെ കറക്കുന്ന പശുവുണ്ട്. ഒരു 300 ലിറ്ററിന് മേലെ പാലളക്കുന്നുണ്ട്. ബാക്കി ചെനയാണ്. പിന്നെ കിടാരികളുണ്ട്. ഇപ്പോൾ ഇവിടെ നിന്ന് വാങ്ങിയാലും പുറത്തുനിന്ന് കൊണ്ടുവന്നാലും നമുക്ക് ഈ മേഖല പിടിച്ചു നിൽക്കണമെങ്കിൽ രോഗം വന്നാൽ മാറണം. രോഗം വരില്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. നമ്മൾ ജനിച്ചാൽ ഒരിക്കൽ മരണമുണ്ട്, ഉറപ്പാണ് എന്ന് പറഞ്ഞ പോലെ. പക്ഷേ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ഭാഗങ്ങളിൽ എല്ലാവരും പറയും നഷ്ടമാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും എന്നെ പിടിച്ചു നിർത്തിയത് ഈ മേഖല കൂടുതലുണ്ട്. ചിലവ് കൂടുതൽ കഴിഞ്ഞാൽ ഞാൻ അതിനനുസരിച്ച് മേക്കപ്പ് ചെയ്തേ. എന്നുവെച്ചാൽ ഓരോ കാര്യങ്ങൾ ഇപ്പോൾ തീറ്റ കൊടുക്കുകയാണെങ്കിൽ എല്ലാ ഐറ്റംസും കൊടുക്കുന്നുണ്ട്. പക്ഷേ അതൊക്കെ ഒരു റേഷനായിട്ടാണ് എല്ലാം ചെയ്യുന്നത്. ഇപ്പോൾ ഇത് തന്നെ TMR ടോട്ടൽ മിക്സർ റേഷനാണ്. എന്നിരുന്നാലും അതിപ്പോഴാണ് ഒരു 2 മാസമായുള്ളൂ ഇത് കൊടുക്കാൻ തുടങ്ങിയിട്ട്. അതിന് മുന്നേ മിൽമയുടെ കാലിത്തീറ്റയും ആണ് ഇപ്പോൾ കൂടുതൽ കൊടുക്കുന്നത്. കേസും ഉണ്ട്, അതുപോലെ ചോളപ്പൊടിയുണ്ട്, പിന്നെ ചോളവും മക്കച്ചോളം മുത്താരി ഇതെല്ലാം കൂടെ പൊടിച്ചൊരു മിക്സ് വരുന്നുണ്ട്. അത് ചെനപ്പശുവിനും കിടാരികൾക്കും അത് കൊടുക്കുന്നു. പിന്നെ അരിത്തവിട് കിട്ടുന്നുണ്ട്, അത് കൊടുക്കുന്നുണ്ട്. പിന്നെ കറയുള്ള പശുവിന് കുറേശ്ശെ പിണ്ണാക്ക് ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. പിന്നെ തേങ്ങ പിണ്ണാക്കും കടലപ്പിണ്ണാക്കും കുറേശ്ശെ ആഡ് ചെയ്യും. എല്ലാം അതിനനുസരിച്ച് കേട്ടോ ചെയ്യാറുള്ളത്. 10-20 ലിറ്റർ പാല് കിട്ടുന്ന ഒരു പശുവിന് ഏകദേശം ഒരു 500 രൂപ 550 രൂപേൻ്റെ അടുത്ത് ചിലവ് വരും ഏകദേശം. അപ്പോൾ ഒരു 800-850 രൂപയോളം വില കിട്ടിയാൽ ഒരു 300 രൂപേൻ്റെ അടുത്ത് നീക്കി വെക്കാനുണ്ടാവും. ഒരു പശുവിൽ തുടങ്ങി 25 പശു എത്തി നിൽക്കുന്ന വിജയകഥയാണ് റോയിച്ചേട്ടൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. എന്ത് തന്നെ ആയാലും വളരെ ഇഷ്ടപ്പെട്ട് ഫാം കണ്ടപ്പം നല്ല അച്ചടക്കവും ചിട്ടയോടെ നടത്തുന്ന ഒരു ഫാമാണ്. നല്ല വൃത്തിയുണ്ടായിരുന്നു. റോയിച്ചേട്ടൻ തന്ന അറിവുകൾ ചെറുതല്ല, കാരണം ആൾക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്. എന്തായാലും ഈ യാത്രയ്ക്ക് ശേഷം റോയിച്ചേട്ടനെയും കൂട്ടി ഞങ്ങൾ യാത്ര ഊട്ടിയിലേക്ക് തിരിച്ചത്.
ഇനി ഉള്ള യാത്രകൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയും താങ്ക് യു.